ശ്രീ ശ്രീജിത്ത് പണിക്കർ, അതായത് ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വിശ്വാസ പ്രശ്നവുമാണ്, അതേസമയം ഇതൊരു രാഷ്ട്രീയ വിഷയവുമാണ്. തന്ത്രി കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ഇതൊരു പകപോക്കലാണ്, ഈ അറസ്റ്റ്. അത് ഇപ്പോൾ അതിന് മറ്റു വ്യാഖ്യാനങ്ങൾ, ഇപ്പോൾ തന്ത്രിയിൽ കൊണ്ടുപോയി കെട്ടാം, അല്ലെങ്കിൽ തന്ത്രിയിൽ ഇത് അവസാനിപ്പിക്കാം എന്നൊക്കെയുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടലുണ്ടോ എന്നറിയില്ല. പക്ഷേ തന്ത്രി വിശ്വസിക്കുന്നതും തന്ത്രി വാദിച്ചതും ഇത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് താൻ സ്വീകരിച്ച നിലപാടിൽ സർക്കാരിൻ്റെ ഒരു പകപോക്കലാണ് ഈ അറസ്റ്റ് എന്നാണ്. തന്ത്രിയുടെ വാദങ്ങളെ, കോടതിയിൽ തന്ത്രി ഉന്നയിച്ച വാദങ്ങളെ വിശ്വാസ പ്രശ്നമായിട്ടാണോ രാഷ്ട്രീയ വിഷയമായിട്ടാണോ നമ്മൾ പരിഗണിക്കേണ്ടത്? താങ്കൾ എങ്ങനെ കാണുന്നു? ശ്രീ ഗോപികൃഷ്ണൻ, ഞാനതിന് മറുപടി പറയാം. അതിന് തൊട്ടു മുമ്പ് ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് കൂടിയുള്ള മറുപടി പറയാം. ഒന്ന്, അദ്ദേഹം പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ബെയിൽ കൊടുത്തിട്ടില്ല എന്നാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യം, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ടീഷണൽ ആയിട്ടുള്ള ബെയിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇവിടെ നിരവധി ആൾക്കാർ കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തിയതിന് ശേഷം ഈ തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോൾ ഓർഗനൈസ്ഡ് ക്രൈം സ്വഭാവമുണ്ട്. തന്ത്രിയുടേത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അന്വേഷണം ഉള്ളതുകൊണ്ട് അതിലൊരു എക്കണോമിക് ആംഗിളുമുണ്ട്. അതുകൊണ്ടാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ബെയിൽ കൊടുക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് അതിന് നിയമപരമായിട്ടുള്ള വ്യവസ്ഥ. അതിനർത്ഥം തന്ത്രി അതെല്ലാം ചെയ്തു എന്നല്ല. രണ്ട്, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അതായത് ദേവസ്വം ബെഞ്ച് സ്വമേധയാ എടുത്തിരിക്കുന്ന കേസാണ്. പിന്നെ ഈ ഈ ഈ ഡീറ്റെയിൽസിനെ പറ്റി പറഞ്ഞു, അതായത് മറ്റാരും പരാതിപ്പെട്ടിട്ടല്ല, സർക്കാർ ആവശ്യപ്പെട്ടിട്ടല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് തൊട്ട് മുമ്പ് 2 വിജിലൻസ് എൻക്വയറി ഉണ്ടായിരുന്നു, ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ടും കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ടും. ആ 2 അന്വേഷണത്തിലും തന്ത്രിക്കെതിരെ ഒരു തരത്തിലുള്ള കുറ്റവുമില്ല. അദ്ദേഹം മാത്രമാണ് ശരിയായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് എന്ന് വളരെ പോസിറ്റീവ് ആംഗിളിൽ അദ്ദേഹത്തെ കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത്. അതിൽ തന്ത്രി പ്രതിയായി വരിക എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ അദ്ദേഹം വാജിവാഹനവുമായി ബന്ധപ്പെട്ട് രാജഗോപാലൻ നായരുടെ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരിക്കുന്ന സമയത്തുള്ള ഒരു ഓർഡറിനെ കുറിച്ച് പറഞ്ഞു. സീഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അഗേൻസ്റ്റ് ഒരു കേസ് വേണം, ഒരു മഹസർ തയ്യാറാക്കിയിട്ട് കേസ് എടുക്കണം, കേസിന് അഗേൻസ്റ്റ് മാത്രമേ സീഷർ നടക്കുകയുള്ളൂ എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം ശ്രീ ജയചന്ദ്രൻ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഈ വിഷയത്തിൽ കേസില്ല. 2019 കട്ടിളപ്പാളി കേസിനോ അല്ലെങ്കിൽ ദ്വാരപാലക കേസിനോ എങ്ങനെയാണ് 2017 വാജിവാഹനം ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു നിയമപരമായിട്ടുള്ള ഒരു ആംഗിളുമില്ല. ശ്രീവരാഹം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം പൂർണ്ണമായി ശരിയല്ല. കാരണം അത് തന്ത്രിക്ക് ഇത് കൊടുത്തു എന്നുള്ള പേരിലുള്ള ആരോപണമായിരുന്നില്ല. ശ്രീവരാഹം ക്ഷേത്രത്തിൽ ദേവസ്വം ഡ്യൂലി തന്ത്രിക്ക് കൊടുത്തിരുന്ന വിഗ്രഹം തന്ത്രി കടൽ കടത്താൻ പോകുന്നു, അത് വിൽക്കാൻ പോകുന്നു എന്ന രീതിയിലത്തേക്ക് ഭരണസമിതി ആരോപിക്കുമ്പോൾ ദേവസ്വത്തിനെതിരെ കൂടിയായിരുന്നു ആ കേസ് കൊടുത്തിരുന്നത് എന്ന് താങ്കൾ മറക്കരുത്. കാരണം അദ്ദേഹത്തിന് ഇത് കൊടുത്തത് ദേവസ്വമായിരുന്നു. ആ കേസിന്റെ പരിപാടിക്കിടയിൽ ആ തന്ത്രി അൺഫോർച്ചുനേറ്റ്ലി മരണപ്പെട്ടതുകൊണ്ട് പിന്നീട് അത് അവിടെ തന്നെ ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമിൽ ഇരുന്നു പോയി എന്നുള്ളതാണ് വസ്തുത. ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ രാജഗോപാലൻ നായരുടെ ഉത്തരവ്, അതിന് ഒരു തരത്തിലുള്ള നിയമസാധുതയുമില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. കാരണം ഐരാണിക്കുളം ശിവക്ഷേത്രത്തിലെ ലോഹ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അന്ന് ആ കേസിൽ തന്ത്രിക്ക് അവകാശമുണ്ടോ എന്നുള്ള തർക്കം വന്നിരുന്നു. അവസാനം KP നാരായണ പിഷാരടി എന്ന സംസ്കൃത പണ്ഡിതനെ ദേവസ്വം ബോർഡ് തന്നെ സമീപിക്കുന്നു. അദ്ദേഹം ഇത് തന്ത്രസമുച്ചയം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം അത് സ്റ്റിൽ കേസിലേക്ക് പോകുന്നു. അവസാനം തന്ത്രി തൻ്റെ അവകാശമാണ് ഈ വിഗ്രഹം കിട്ടാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുന്നു. അത് അദ്ദേഹത്തിന്റെ അവകാശമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. തുടർന്ന് പോലീസ് ആ വിഷയം അന്വേഷിക്കുന്നു, റഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് സമർപ്പിക്കുന്നു, ഗവൺമെന്റ് പ്ലീഡർ കോടതിയിൽ വാദിക്കുന്നു. എന്നിട്ട് ഗവൺമെന്റ് പ്ലീഡർ റഫർ റിപ്പോർട്ടിന്റെയും ഈ എല്ലാ പ്രൊസീഡിങ്ങിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞത് ഈ വിഗ്രഹം ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് എന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. അങ്ങനെ ഹൈക്കോടതി ജഡ്ജ് M ശശിധരൻ നമ്പ്യാരുടെ ഓർഡർ അവിടെ നിലനിൽപ്പുണ്ട്. 2009 എന്ന് വെച്ചാൽ ഹൈക്കോടതി തന്നെ തന്ത്രിക്ക് വിഗ്രഹത്തിലുള്ള അവകാശത്തിനെ സാധൂകരിച്ചിരിക്കുന്ന ഓർഡറിനെ മറികടക്കണമെങ്കിൽ രാജഗോപാലൻ നായർ ഈ 2012 വരുന്ന ഭരണസമിതിയുടെ അധ്യക്ഷനായ പോരാ, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജായിട്ട് വരണം. അങ്ങനെ വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവിനെ കേവലം ഒരു ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മറികടക്കാൻ കഴിയില്ല എന്നുള്ളത് നിയമപരമായിട്ടുള്ള വസ്തുതയാണ്. ഇനി ഗോപികൃഷ്ണൻ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നാൽ നോക്കൂ, ഇതിൽ ഗുരുതരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. തന്ത്രി ഒരു സാധാരണക്കാരനല്ല. കോടതി തന്നെ പലതവണ ഈ വിധിയിൽ ആവർത്തിച്ചു പറയും പോലെ കേരളത്തിലെ തന്നെ ആർഗ്യുബിളി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ തന്ത്രിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ബോധപൂർവം കൊടുക്കാൻ ശ്രമിച്ചതല്ല എങ്കിൽ 41 ദിവസത്തിൽ അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്ന ഒരാരോപണത്തിനെങ്കിലും ഒരു തെളിവെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതില്ലാത്തത് കൊണ്ടാണ്, മറ്റ് കാരണങ്ങളാലാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാവുക എന്ന് ന്യായമായിട്ട് നമുക്ക് സംശയിക്കാനായിട്ട് കഴിയുന്നത്. ശ്രീ ജയചന്ദ്രൻ തന്നെ ഇവിടെ പറഞ്ഞു, ശരിയാണ്, ഓർഡറിന്റെ ഒരു ഭാഗത്ത് തെളിവിന്റെ ഒരു അയോട്ട പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അതങ്ങനെയല്ല.
രണ്ടു ഭാഗത്ത് അത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളെയും സംബന്ധിച്ച് പ്രത്യേകമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് നോക്കിയാൽ, ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ എത്തിച്ചത് ശ്രീറാംപുരയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ബന്ധത്തെ തുടർന്നാണ് എന്നുള്ളതാണ് SITയുടെ വാദം. എന്നാൽ ശ്രീറാംപുരയിലെ ഡോക്യുമെന്റ് കൊണ്ടുവന്ന് തന്ത്രി വാദിച്ചത് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തി ആയിരുന്നത് 1997 മുതൽ 2003 വരെയാണ്. കണ്ഠര് രാജീവർക്ക് അവിടെ തന്ത്രമുണ്ടായിരുന്നത് 2005 മുതൽ 2015 വരെയാണ്. ഓവർലാപ്പിംഗ് പീരീഡ് ഇല്ല. SIT പറഞ്ഞിരിക്കുന്ന വാദം തെറ്റാണ്. കോടതി അത് അംഗീകരിക്കുന്നു. 2, തന്ത്രി ഇതിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തന്ത്രിക്ക് മാലിഫൈഡ് ഇന്റൻഷൻസ് ഇല്ല എന്ന് കോടതി പറയുന്നുണ്ട്. കാരണം 2019 ജൂൺ മാസം 18-ാം തീയതി മാസറിടുന്നു, അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുന്നു, സ്വർണം പൂശിയിരിക്കുന്നതാണ് ഈ വസ്തുക്കൾ എന്നും അതിൽ ചെമ്പ് തെളിഞ്ഞു കാണുന്നു എന്നുമുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള ആൾക്കാർ എല്ലാവരും ചെമ്പുപാളികൾ എന്ന് പറഞ്ഞപ്പോൾ സ്വർണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്ത്രി മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അവിടെ അറിയിച്ചിരിക്കുന്നു. ആരെന്ത് ചെയ്യണം അതിന് പുറത്ത് എന്നുള്ള നിർദ്ദേശം അതിലില്ല എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. കോടതി അത് അംഗീകരിച്ചു. അടുത്തത് SIT പറഞ്ഞിരുന്ന അദ്ദേഹം അനുജ്ഞ കൊടുത്തില്ല, അതുവഴി ആചാര ലംഘനം നടത്തിയെന്നാണ്. കോടതി പറയുന്നു ശരിയാണ്, അനുജ്ഞ നൽകിയിട്ടില്ല കട്ടിളയുടെ കാര്യത്തിൽ. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഇത് കൊടുക്കേണ്ടത് ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രമാണ്. ദ്വാരപാലകരുടെ വിഷയത്തിൽ ചോദിച്ചു, തന്ത്രി അത് കൊടുത്തു. കട്ടിള വിഷയത്തിൽ ദേവസ്വം ബോർഡ് തന്ത്രിയോട് അഭിപ്രായം ചോദിച്ചിട്ടേ ഇല്ല, അനുജ്ഞ ചോദിച്ചിട്ടേ ഇല്ല. ശ്രീകോവിലിന്റെ പുറത്തുള്ള ഒരു വസ്തുവാണ്, പൂജയിലോ ആചാരത്തിലോ പെടുന്ന വസ്തുവല്ല. അതിന്റെ റിപ്പയറും അപ്കീപ്പും മെയിൻ്റനൻസും ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. മാനുവൽ അനുസരിച്ച് തന്ത്രിക്ക് അതിൽ പങ്കില്ല എന്നതിനെക്കുറിച്ച് ഈ കോടതി ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ ക്രൈം അവിടെ നടക്കുന്നത്, ഇത് എടുത്തുകൊണ്ട് പോകുന്നത്, ഈ സന്നിധാനത്തിന് പുറത്ത് കൊണ്ടുപോകുന്നത് തന്ത്രി റിപ്പോർട്ട് ചെയ്തില്ല എന്നൊരു വാദം SIT പറഞ്ഞു. അതിന് കോടതി എന്താണ് അംഗീകരിച്ച് പറയുന്നത്? തന്ത്രിക്ക് ഭരണാധികാരമില്ല. റെഫർ ചെയ്തിരിക്കുന്ന എവിടെയാണ്? ദേവസ്വം മാനുവൽ വോളിയം 2 ചാപ്റ്റർ 14 സബ് ക്ലോസ് 15. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആചാരം, പൂജ, ചടങ്ങ്, ഈ കാര്യങ്ങളിൽ മാത്രം. ഒപ്പം ഒരു അഡീഷണൽ ലൈൻ പറയുന്നുണ്ട്, തന്ത്രി ഈസ് നോട്ട് കോമ്പറ്റന്റ് ഇനഫ് ടു ഇന്റർഫിയർ ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഓഫ് എനി ടെമ്പിൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബോർഡ്. എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അഭിപ്രായം പറയണമെങ്കിൽ ബോർഡ് ചോദിക്കണം. അടുത്തത് SIT പറഞ്ഞിരുന്നത് എന്താണ്? മൗനാനുവാദം കൊടുത്തു. അവിടെ പറയുന്നുണ്ടല്ലോ, പോസിറ്റീവ് പവറുള്ള, നിങ്ങൾക്ക് അധികാരമുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴാണ് അത് മൗനാനുവാദമായിട്ട് മാറുന്നത്. എന്നാൽ ഈ വിഷയം തന്ത്രിക്ക് അധികാരമുള്ള വിഷയമായിരുന്നോ? അല്ല. അദ്ദേഹത്തിന് അധികാരമില്ലാത്ത ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അനുവാദമാകുകയില്ല. മിണ്ടാതിരുന്നാൽ മൗനാനുവാദമാവുകയില്ല. ഇനി SITയുടെ തന്നെ കോൺട്രഡിക്ടറി വ്യൂ ഉണ്ട്. ഒന്ന്, ബോർഡിന്റെ സബോർഡിനേറ്റ് സ്റ്റാഫാണ് തന്ത്രി എന്ന് പറയുന്നുണ്ട്. SIT വാദിക്കുന്നുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ പറയുന്നു, അങ്ങനെ ബോർഡിന്റെ ഭരണസമിതിക്ക് താഴെ വരുന്ന, ഭരണസമിതിയുടെ തീരുമാനങ്ങൾ ബൈൻഡിംഗ് ആയിട്ടുള്ള സബോർഡിനേറ്റ് സ്റ്റാഫായിട്ടുള്ള തന്ത്രി ഭരണസമിതി എടുത്തിരിക്കുന്ന തീരുമാനത്തിനെ തിരുത്താനായിട്ട് ശ്രമിക്കണം എന്ന്. അതെങ്ങനെയാണ്? നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ പൊസിഷൻ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യം SIT പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി പറയുന്നു. അടുത്തത് എന്താണ്? ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ പറഞ്ഞത്, മീറ്റിംഗ് ഓഫ് മൈൻഡ്സോ മറ്റു കാര്യങ്ങളോ തെളിയിക്കാൻ സാധിക്കുന്നില്ല. ദർ ഇസ് നോട്ട് ആൻ അയോട്ട ഓഫ് എവിഡൻസ്. ഇനി വന്നിരുന്നത് എന്താണ്? സാമ്പത്തികമായിട്ട് തന്ത്രിക്ക് 2 കോടിയുടെ നിക്ഷേപമുണ്ട്. ഏതോ ഒരു ഇൻസോൾവൻസി കേസുള്ള ബാങ്കിലെ ക്രെഡിറ്ററാണ്. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എന്താണ്? തന്ത്രിയെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിലോ ഈ കേസിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലത്തേക്കോ ഒരു തെളിവുകളുമില്ല. തന്ത്രി നിരവധി ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ്. അദ്ദേഹത്തിന് ദക്ഷിണ കിട്ടും, ദക്ഷിണ അദ്ദേഹത്തിന് സൂക്ഷിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്ര വരുമാനമാണ് കിട്ടുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിൽ പിന്നെ കോടതിയുടെ ഉത്തരവ് വായിച്ചു നോക്കുക. കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട് ദക്ഷിണയായിട്ട് നിരവധി പണം കിട്ടുന്നതിന് വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ SIT അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യവും നിയമപരമായി നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ബോർഡിന്റെ മാനുവൽ നോക്കിയതിന് ശേഷമാണ് കോടതി അത് പറഞ്ഞത്. അല്ലാതെ വെറുതെ മാനത്ത് നോക്കി എഴുതിയതല്ല. അത് മാത്രമല്ല, ചന്ദ്രൻ സാറിന് ആ കാര്യത്തിൽ വിശദീകരിക്കാം. മാത്രമല്ല, ഇതിൽ തന്ത്രി വാദിച്ച കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പക തീർക്കലാണ് ഈ അറസ്റ്റിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ്. അങ്ങനെ ഒരു പക തീർക്കൽ എന്ന തന്ത്രിയുടെ വാദം അത് നിലനിൽക്കുന്നുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്തിനാണ് ജയിലിൽ അടച്ചത്, അറസ്റ്റ് ചെയ്തതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.